ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു ലവ് എ വിഷ്വൽ പേഴ്സൺ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അഥവാ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് പേഴ്സൺസിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ വിഷ്വലായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് അതിങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് വളരെ വലുതാണ്. അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടാൻ ഈ ഗിഫ്റ്റുകൾ നൽകുന്നത് വളരെയധികം സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവരുടെ റൂമാണെങ്കിൽ ആ റൂമിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഫ്രെയിംഡ് ആയിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലും അവർ വളരെയധികം സന്തോഷം കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഗിഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഫ്രെയിംഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ട് വീട്ടിലൊക്കെ കുറച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വിഷ്വലായിട്ടുള്ള ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ സെൽഫി ആയിരിക്കാം, അല്ലെങ്കിൽ സെൽഫി അല്ലാതെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അവർ ചോദിക്കാതെ തന്നെ ഇന്ന് ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ടല്ലോ, ഞാനൊരു ഫോട്ടോ എടുത്ത് തന്നാലോ എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ സെൽഫി ആയിക്കോട്ടെ, ഫോട്ടോ എടുക്കാനുള്ള താല്പര്യമൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ വിഷണറി ടൈപ്പ് ആയിരിക്കും കൂടുതലും കാണിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഈ 3 കാറ്റഗറിയിലെയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോരുത്തരിലും കാണും. അത് കരുതി കംപ്ലീറ്റ്ലി അയാൾ അതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും കൂടുതലായിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വിഷണറി ടൈപ്പ് ആളുകളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ചിലപ്പോൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, മാസത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ മാത്രമേ ഡ്രസ്സ് പർച്ചേസ് ചെയ്യത്തുള്ളൂ. ചില ആളുകൾ ആഴ്ചക്ക് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ മന്ത്ലി പർച്ചേസ് ചെയ്യും. കാരണം അവർ വിഷ്വലി ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയതുകൊണ്ടാണ്, അവർക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതായിരിക്കും. അവർക്ക് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ അത് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ റൈറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് കാർഡുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നത് അതൊക്കെ വളരെ നല്ലതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ എപ്പോഴും നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കുക. കാരണം അവർ വിഷ്വലി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഭംഗിയില്ലാത്ത രീതിയിൽ നടക്കുന്നത് ചിലപ്പോൾ അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളോട് അട്രാക്ഷൻ പോകാനൊക്കെ അതൊരു കാരണമായി തീരും. അപ്പോൾ അത്തരത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരുടെ മുമ്പിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതും നല്ലൊരു അടിപൊളി ടിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വിഷ്വലി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും ടൂർ പോകാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുപോകുന്നതും ഔട്ടിങ്ങിന് പോകുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഥവാ ഒരു അനക്കമോ അല്ലെങ്കിൽ ഒരു മൈൻഡില്ലാത്ത രീതിയിൽ അവർ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അവരോട് നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ്, കൂടുതലായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, ഇതിനോടൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവും. അങ്ങനെ ബോഡി ലാംഗ്വേജിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവർ നിങ്ങളെ ഇഷ്ടപ്പെടും, അവർക്കും അത് കൂടുതൽ ഇഷ്ടമായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വിഷണറി ടൈപ്പ് ഓഫ് പേഴ്സൺസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവർക്ക് കൂടുതലും നല്ല മനോഹരമായിട്ടുള്ള വീട്, മനോഹരമായിട്ടുള്ള കാറ്, അതുപോലെ വൃത്തിയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഇവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിഷണറി ടൈപ്പായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ചും സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ വിഷണറി ടൈപ്പ് ആണെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വീഡിയോസ് വരുന്നുണ്ട്. ഏത് ടൈപ്പാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോ
നിങ്ങളുടെ പാർട്ട്ണർക്ക് അയച്ചു കൊടുക്കുന്നത് വഴി ആ പാർട്ട്ണർ നിങ്ങളെ ഒന്നും കൂടി കൂടുതൽ സ്നേഹിക്കാനും കെയർ ചെയ്യാനും അതൊരു കാരണമായി തീരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഒക്കെ അയച്ചു കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ ഓഡിറ്ററി ടൈപ്പ് ഓഫ് വ്യക്തികളെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് അവിടെ ചർച്ച ചെയ്യാം. താങ്ക് യു. നമസ്തേ.